Hi friends, welcome to I Choose Kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ മസാലയാണ്. ഇതുണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ചെമ്മീൻ മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചെമ്മീൻ മസാല ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ്: ചെമ്മീൻ 250 ഗ്രാം തൊലിക്കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചത്, സവാള ഒരെണ്ണം ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി ചതച്ചത് 2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ചെറിയ ജീരകം പൊടിച്ചത് 1/4 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1/4 ടീസ്പൂൺ, വിനെഗർ 1/2 ടീസ്പൂൺ, ഉപ്പ്, ടൊമാറ്റോ സോസ്, മല്ലിയില, നെയ്യ് അല്ലെങ്കിൽ ബട്ടർ, വെള്ളം ആവശ്യത്തിന്. ഇനി നമുക്ക് ചെമ്മീൻ മസാല തയ്യാറാക്കാം. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായാൽ അതിലേക്ക് കുറച്ച് നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ലോ ആക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴന്ന് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ സവാള വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എല്ലാ പൊടികളും ഇട്ടാലും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടുത്ത പൊടി ഇട്ടാൽ മതി. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായി ഇളക്കി മിക്സ് ചെയ്യുക. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അധികം വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. നമ്മൾ കറി ടൈപ്പല്ലല്ലോ ഉണ്ടാക്കുന്നത്. ചെമ്മീൻ വെന്ത് കിട്ടാനുള്ള അത്ര ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 10 മിനിറ്റോളം മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുത്തോളൂ. കാരണം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച കാരണം ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. ഇനി നല്ല വെള്ളം കുറവാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടി തുറക്കാം. ചെമ്മീനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ വിനെഗർ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്, കുറച്ച് ഒഴിച്ചാൽ മതി. അര ടീസ്പൂണോളം ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ചെമ്മീൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് നമുക്ക് മാറ്റാം. എല്ലാവരും ചെമ്മീൻ കിട്ടുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.